വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടിക്ക് തുടർഭരണം ലഭിക്കുമെന്ന് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ന്യൂസ് 18നോട് പറഞ്ഞു. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നും സിസോദിയ പ്രതികരിച്ചു. ജഗ്പുര മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ സിസോദിയയുടെ പോരാട്ടം. 2013 കന്നിയംഗത്തിൽ ജയം 11,000 വോട്ടിന്. 2015 ഭൂരിപക്ഷം 28,000 കടന്നു. 2020 ആം ആദ്മി പാർട്ടി വമ്പൻ ജയം നേടിയെങ്കിലും മനീഷ് സിസോദിയയുടെ ഭൂരിപക്ഷം 3,207 വോട്ടുകൾക്ക് ഒതുങ്ങി. 3 തവണ നിയമസഭയിലെത്തിച്ച പട്പട്ഗഞ്ചിൽ നിന്ന് മാറി ജംഗ്പുരയിൽ നിന്നാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമന്റെ പോരാട്ടം. ഭരണവിരുദ്ധ വികാരം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മനീഷ് സിസോദിയ അടക്കമുള്ള MLA-മാരെ മണ്ഡലം മാറ്റിയുള്ള ആം ആദ്മി പാർട്ടിയുടെ പരീക്ഷണം. ജംഗ്പുരയിൽ പ്രചാരണ തിരക്കിനിടെ ന്യൂസ് 18നുമായി സിസോദിയ പ്രതീക്ഷ പങ്കുവച്ചു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടി തുടർഭരണം നേടും. കേജ്രിവാൾ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകും. इतना मत्सरिക്കുന്നത് ജംഗ്പൂരിലാണ്. അദ്ദേഹത്തോട് തന്നെ പ്രതീക്ഷകൾ ചോദിക്കാം. नहीं, इस बार भी बहुत कंफर्टेबल गवर्नमेंट बनेगी और लोग केजरीवाल जी के काम को और उनके दिल में दिल्ली की जनता के लिए जो प्यार मोहब्बत है उसको सम्मान करते हुए और उन्होंने जो काम किए पिछले 10 साल में लोगों के जीवन जीने में जो आसानियां लाई हैं, उनकी तरक्की के लिए जो स्कूल अस्पताल का काम किया है उसके लिए निश्चित रूप से आम आदमी पार्टी को वोट दे रहे हैं. आज अगर विकास की कोई राजनीति की बात करता है तो सारी पार्टियां विकास पे काम करने वाली पार्टियां उसके साथ खड़ी होती हैं. ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെയാകും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് നൽകുകയെന്നും സിസോദിയ. जनता जब देती है तो छप्पर फाड़ के देती है. പട്പട്ഗഞ്ചിനേക്കാൾ സുരക്ഷിത മണ്ഡലമായാണ് ജംഗ്പുരയെ ആം ആദ്മി പാർട്ടി കണക്കാക്കുന്നത്. ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നെഹ്റു നഗർ, നിസാമുദ്ദീൻ ബസ്തി, ദരിയാഗഞ്ച്, സൺലൈറ്റ് കോളനി തുടങ്ങിയ പ്രദേശങ്ങളുള്ള മണ്ഡലത്തിൽ വ്യക്തമായ മാർജിനിൽ ജയം ആം ആദ്മി പാർട്ടിയും സിസോദിയയും കണക്കുകൂട്ടുന്നു. 16,063 വോട്ടുകൾക്കാണ് ആം ആദ്മി പാർട്ടിയിലെ പ്രവീൺ കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. വലിയ വിജയപ്രതീക്ഷയാണ് അദ്ദേഹം ഇത്തവണ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ KP ദിനേശിനൊപ്പം PR രാഗേഷ്, ന്യൂസ് 18.